ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, കെയർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇതിപ്പം രാത്രി 2 മണി മുതൽ രാവിലെ ഒരു 7 മണി വരെ ഇത് ഫ്ലവർ മാർക്കറ്റാണ്. പക്ഷെ അടിപൊളിയാണ്. ഒരു രാവിലെ നിങ്ങളിപ്പോൾ 5 മണിക്കൊക്കെ ഇവിടെ വരാണെങ്കിൽ നല്ല റഷായിട്ട് ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നല്ല അടിപൊളി ബിസിനസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കിതിനെക്കുറിച്ച് നമ്മളെ കൂടെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അബ്ദുൽ അസീസ് ഭായ് നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ഫ്ലവറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആളാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ ഏലംകുളംകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ അദ്ദേഹത്തിന് എന്നെക്കാട്ടി നന്നായിട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ഈ ഫ്ലവർ മാർക്കറ്റിനെ. അപ്പോൾ അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മൾ ബാംഗ്ലൂരിലെ കെയർ മാർക്കറ്റാണുള്ളത്. ഇതിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ സമയത്ത് ഇത് ഫ്ലവർ മാർക്കറ്റാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേക്ക് ഇത് മൊത്തം കാലിയാവും, സാധാ മാർക്കറ്റ് റോഡായി പോകും. ഇപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിന്റെ നിറയെ വെറൈറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന കട്ട് ഫ്ലവർ ആണ്. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് സ്റ്റെമ്പോട് കൂടി വരുന്ന ഫ്ലവറാണ് ഇവിടെ കിട്ടുന്നത്. അല്ലാതെ വരുന്ന ഈ അമ്പലത്തിലും ദർഗയിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് അത് ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ കിട്ടുന്നത് ഇതുപോലെ നമ്മൾ കണ്ടോ സ്റ്റെമ്പോട് കൂടി ചേർന്നിട്ടുള്ള ഫ്ലവറാണ്. ഇതിപ്പോ ജർബറ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ആണ്. ഇതുപോലെ നിറയെ ഐറ്റംസ് ഇങ്ങനെ തന്നെ ഈ ഒരു ഇത്ര തണ്ടായിട്ട് തണ്ടായിട്ട് തന്നെ വരുന്നത്. നമുക്ക് ഒരു പീസ് വേണമെങ്കിൽ പീസായിട്ട് കിട്ടില്ല. ഇത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഇങ്ങനെ ഒരു 10 പീസ് ഒരു 10 പീസ് നമുക്ക് ഒരുമിച്ച് 10 പീസ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ബാംഗ്ലൂരിലുള്ള ചില ഫാമിലീസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം തോന്നുന്ന ഒരു വീക്കെൻഡിലൊക്കെ. അത് മാത്രമല്ല ഇപ്പൊ സ്റ്റുഡൻസിന് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുണ്ടാവും ഫ്ലവേഴ്സ്. ഇതിന് നിറയെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതെന്ത് ഫ്ലവറാ? ഇതൊരു ഓറിയന്റൽ എന്നാണ് ഇതിന്റെ പേര്. ഇത് ശരിക്കും ബാംഗ്ലൂരിനല്ല, ഇത് ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. കുറെ സാധനങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഔട്ട് ഓഫ് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ചില വെറൈറ്റീസ് ഇങ്ങോട്ട്, ചില വെറൈറ്റീസ് അങ്ങോട്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹബ്ബാണിത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടേഴ്സ് സപ്ലൈസ് ഒക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്, ബാംഗ്ലൂർ. അങ്ങനെ പ്രത്യേകത കൂടെ ഇവിടെയാണ്. ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒരു ടീമിന് പെട്ടെന്ന് അവർക്ക് നാട്ടിൽ ഒരു 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാൻ അതൊരു ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടം നേരെ ടീം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് അവിടെ നാട്ടിലത് വളരെ അത് കുഴപ്പമില്ല. ഇപ്പൊ ഇവിടുന്ന് ഓൾറെഡി എക്സ്പോർട്ട് ഒക്കെ പോകുന്നുണ്ടല്ലോ, യൂറോപ്യൻ കൺട്രീസിലേക്ക് വരെ പോകുന്നുണ്ട്. ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്, യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, മലേഷ്യയിലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങൾക്ക് പോകുന്നുണ്ടല്ലോ. ഡൊമസ്റ്റിക്കിലേക്ക് വിടുമ്പോൾ അതിനുള്ള പാക്കിംഗ് ചെയ്യുക, ഇന്റർനാഷണലിലേക്ക് വിടുമ്പോൾ അതിനുള്ള പാക്കിംഗ് ആണ് ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ ചില ആൾക്കാർക്ക് ഫ്ലവർ വേണമെന്ന് പറയാറുണ്ട്, ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഫ്ലവർക്ക് നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകുന്നതുമാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടീമിനെ നിങ്ങളിപ്പോൾ ബന്ധപ്പെട്ടാലും നമുക്ക്. ഞാൻ ഒരു ഗ്രോവറാണ്, ഞാൻ ഫ്ലവർ ഉത്പാദിപ്പിക്കാൻ വരുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ചില സമയത്ത് ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യും. കുറച്ച് ഡിമാൻഡ് കുറവ് എന്തെങ്കിലും വരുമ്പോഴത്തേക്കാൾ നേരിട്ട് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആരെങ്കിലും ബൾക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എക്സ്പോർട്ട് ആവശ്യത്തിനോ അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഒന്നിച്ചുള്ള ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ചെയ്യാൻ കഴിയും. ഇപ്പൊ എല്ലാ ദിവസവും ഈ 2 മണി മുതൽ 5 മണി വരെ ഈ മാർക്കറ്റ് ഇങ്ങനെ ഉണ്ടാവും? എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ട്, പക്ഷെ സീസൺ അൺസീസൺ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ മുഹൂർത്തങ്ങളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ക്രൗഡായിരിക്കും, നല്ല തിരക്ക്, ബയേഴ്സ് കൂടുതൽ വരും. അപ്പൊ ഫ്ലവേഴ്സും കൂടുതൽ വരും. അസല ഇതാണ് ഇപ്പൊ ഞങ്ങളെ ഫ്ലവേഴ്സ്. ഇതാണ് ക്രിസന്തം എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ആണ്. കളേഴ്സ് നിറയെ ഉണ്ട്. ഇപ്പോൾ ഒക്കെ സെയിലായി കഴിഞ്ഞു, ഓൾറെഡി സോൾഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ വിൽക്കുന്നത് നമ്മളെ സെയിൽസ്മാൻ ഉണ്ട്, മിസ്റ്റർ അബ്ദുൽ അസീസ് ആണ്. അപ്പോൾ അസിഖാന്റെ കൂടെ നിൽക്കുന്നത് അത് അരുൺ ഭായ് ആണ്. ഈസ് ഫ്രം അരുണാചൽ പ്രദേശ്, ബ്രാസിൽ. അവരൊരു 10 വർഷത്തോളമായിട്ട് ഇവിടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അപ്പോൾ അവർ ഞങ്ങളോട് ചേർന്നിട്ട് ചെയ്യുന്നതാണ്. കുഴപ്പമില്ല, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നല്ല നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമുക്കും ഒരു പിടിച്ചു നിൽക്കാനൊക്കെ ആവുന്നത്. ഇവന് മാത്രമല്ല, വേറെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഞാനിപ്പം പൊതുവെ കാണുന്നതോടും ബാംഗ്ലൂർ വരുന്ന കച്ചവടക്കാർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും ഇവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര കൗണ്ടർ ഉണ്ട്, ഒരുപാട് കൗണ്ടർ ഉണ്ട്. ഇതിനകത്ത് ശരിക്കും ലോക്കൽസ് കുറവാണ്, പുറത്തുനിന്നുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അതുപോലെ എൻ്റെ വേറെ ഫ്രണ്ട്സുകളുണ്ട്, ആന്ധ്രയിലുള്ളവരുണ്ട്, വെസ്റ്റ് ബംഗാളിലുള്ളവരുണ്ട്. അല്ല, ഇപ്പോൾ ഒരാളൊരു ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും ഇവിടുത്തെ ആൾക്കാർ വളരെ റെഡി ആയിട്ട് നന്നായി സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരു ഇങ്ങനെയെങ്കിലും ഇങ്ങനെ പിടിച്ചു പോകാൻ കഴിയുന്നത്.
അടിപൊളി സ്മെല്ലാട്ടോ, നല്ല സ്മെല്ലുണ്ട് അല്ലേ? എനിക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന ഫ്ലവറിൽ ഏറ്റവും കൂടുതൽ സ്മെല്ലുള്ള സാധനമാണത്. ഇതിന്റെ പേര് ട്യൂബ്രോസ് എന്നാണ്. ട്യൂബ്രോസ് ഇത് നമ്മുടെ ഇവിടെ ഒസൂർ സൈഡിലാണ് കാര്യമായിട്ട് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. നല്ല സ്മെല്ലാണ്. ഒരു സ്റ്റിക്കൊക്കെ റൂമിനകത്ത് വെച്ചാൽ തന്നെ നല്ല നമ്മുടെ മുല്ലപ്പൂവിന്റെ വാസന. മുല്ലപ്പൂ ആണോ നോക്കിയാൽ മുല്ലപ്പൂ അല്ലെങ്കിൽ റോസാപ്പൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സ്മെല്ല്, നല്ല സ്മെല്ല്. ഇത് അതിലൊരു വെറൈറ്റിയാണ്. ഇതൊരു കെട്ടിനകത്ത് കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു കെട്ടിനകത്ത് 20-25 പീസ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റെമ്പും കൂടി കുറച്ച് നീളമുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു 20 പീസൊക്കെ വരാം. ഇതിനകത്ത് ഒരു 10-25 പീസോളം അവർ കെട്ടി തരും. ഇതിന്റെ വേറെ കളേഴ്സൊക്കെ ഇവിടെ ഇപ്പുറത്ത് കാണാം, കൂടുതൽ കളേഴ്സ്. ഉണ്ട്. ഇത് മിക്സായിട്ട് ഇങ്ങനെ ഇതുപോലെ മിക്സായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതാണ് അധികം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതിൽ ഒരുപാട് കളർ ചേർത്ത് കെട്ടുന്നതാണ്. അതല്ലേ പിങ്ക് കളർ സെപ്പറേറ്റ് വേണമെന്നുണ്ട്, അങ്ങനെയുണ്ട്. യെല്ലോ കളർ ഉണ്ട്, അങ്ങനെ സെപ്പറേറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഇപ്പോഴാണ് ഫ്ലവർക്ക് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു പൂതി തുടങ്ങിയിട്ടില്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ബാംഗ്ലൂർ ഓരോ പ്രോഗ്രാംസ് കാണുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഇവിടെ അധികം പേര് നമുക്ക് ബൊക്കൊക്കെയാണ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരാം. ഞാൻ ചിന്തിച്ചു ഇതൊക്കെ വലിയൊരു റേറ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബൊക്ക ഗിഫ്റ്റാക്കി റാപ്പ് ചെയ്ത് പുറത്തുനിന്ന് റീറ്റെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ വലിയൊരു റേറ്റാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ടീമിന് ഇവിടെ ഇപ്പോൾ ഹോൾസെയിലായിട്ട് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് എടുക്കുമ്പോൾ വളരെ ലാഭമായിരിക്കും, ഒരുപാട് ഉപകാരം. ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരാൾ സാധനം വാങ്ങാൻ വരാമെന്ന് വെക്കുക, അപ്പോൾ അവർക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? അത് സാധനം മേടിക്കാനാണെങ്കിൽ ബയറായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടേക്ക് എത്തേണ്ട ശരിക്കും 2 മണി 3 മണി സമയത്ത്, കാലത്ത് 2 മണി 3 മണി സമയത്ത് ബയറായിട്ടാണ് വരുന്നത് വെച്ചാൽ അങ്ങനെ വരും. അല്ല കാണാനാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണി 6 മണി സമയം ഉള്ളിൽ എത്തിയാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫ്രഷ് ഫ്ലവറൊക്കെ നേരത്തെ ആളുകൾ നല്ല സാധനങ്ങളൊക്കെ അപ്പോൾ നേരത്തെ വന്ന് വാങ്ങിപ്പോകും. ഇവിടെ കച്ചവടക്കാർ ഒരു 2 മണി മുതൽ പിടിച്ച് വന്നു തുടങ്ങും. അതുകൊണ്ട് മേടിക്കാനുള്ള ആളുകളാണെങ്കിൽ നേരത്തെ വരിക, എന്നാലും നമുക്ക് കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് കാണാനാകുമ്പോൾ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ഫ്ലവർ. ഇത് ഡെക്കറേഷൻ ഫ്ലവർ തന്നെയാണ്. ഇതിന് BOP എന്നാണ് പറയുന്നത്. അതായത് ബേർഡ് ഓഫ് പാരഡൈസ്, സ്വർഗത്തിലെ പക്ഷി എന്നുള്ള അർത്ഥത്തിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ഫുൾ രൂപത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പൊ ഇതിന്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാനിത് ആദ്യമായിട്ടോ ആണല്ലേ? അങ്ങനെ ഒരുപാട് ഫ്ലവർ ഇതിനകത്ത് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത കുറേ ഫ്ലവർ ഈ മാർക്കറ്റിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഈ ഇല ഉണ്ടല്ലോ, ഇത് നമ്മൾ ബൊക്കയ്ക്കകത്ത് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ പേര് മെസഞ്ചാന എന്നാണ്. മെസഞ്ചാന. ഇത് കാര്യമായിട്ട് ഉത്പാദിപ്പിക്കുന്നത് ശ്രീലങ്കയിലാണ്. അപ്പൊ ഇവിടേക്ക് ഇപ്പൊ നിലവിൽ ഇവിടെ ഇന്ത്യയിലൊക്കെ ഉത്പാദിപ്പിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ കിട്ടാൻ തുടങ്ങി. നേരത്തെയൊക്കെ പുറത്തുനിന്ന് വരുമായിരുന്നു. ഇത് ഈ ഐറ്റംസ് ഇത് കോർണേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇത് തമിഴ്നാട്ടിൽ വരുന്നതാണ്. ഒരു കോട്ടഗിരി സൈഡിലാണ് കാര്യമായിട്ടുള്ളത്. ഇതിന് നിറയെ കളേഴ്സ് ഉണ്ട് കേട്ടോ. മഞ്ഞ, വെള്ള, റെഡ്, റോസ്, പിങ്ക്, നിറയെ കളേഴ്സ് ഉണ്ട്. ഈ ഫ്ലവർ ഉണ്ടോ, ഇത് സിൽവർ റോഡ് ഗോൾഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് ഒരു കളർ തന്നെ അത് വരുള്ളൂ. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലോണം മഞ്ഞ കളർ ആവും, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് കാണും. അപ്പോൾ ഈ കാണുന്ന ഇത് ജിപ്സോഫിലിയ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഫ്ലവർ അക്സസറീസ് പെട്ടതാണ്. അതായത് ബൊക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുന്നതാണ്. ജിപ്സോഫിലിയ എന്നാണ് അതിന്റെ പേര്. ഇത് നമ്മൾ നേരത്തെ കണ്ട BOP, അത് ബേർഡ് ഓഫ് പാരഡൈസ്, സ്വർഗത്തിലെ പക്ഷി എന്ന് പറയുന്നത് അതിന്റെ വേറൊരു പേരാണല്ലേ, വേറൊരു കളറാണ്. ഫ്ലവറിന്റെ അക്സസറീസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്പോഞ്ചാണ്. പക്ഷേ ഈ സ്പോഞ്ചിനകത്താണ് പിന്നെ ഫ്ലവർ കുത്തി വെച്ച് ഉപയോഗിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് വെള്ളം കുടിപ്പിക്കും നല്ലോണം. അപ്പോൾ ശരിക്കും നല്ല ഇഷ്ടിക പോലെ നല്ല കട്ടിയായിട്ട് വരും. അങ്ങനെ ആ വെള്ളം കുടിച്ചതിന് ശേഷം അതിനകത്താണ് ഫ്ലവർ കുത്തി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചില സ്റ്റേജിലൊക്കെ കാണാം എങ്ങനെയാണ് ഫ്ലവർ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. നല്ല സ്ട്രോങ് ആയി വരികയും ചെയ്യും, ആ വെള്ളത്തിൻ്റെ ഒരു വെറ്റ്നെസ് ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്ലവർ വാടാണ്ടിരിക്കും. ഓയാസിസ് എന്നാണ് അതിന് പറയുന്നത്. ഇത് പുറത്തുനിന്ന് ഇറക്കുമതി ഇതിനാണ്, ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മലേഷ്യൻ്റെ ഉണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഫ്ലവർ അക്സസറീസിൻ്റെ ഒരു കടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ KR മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇവർ വിൽക്കുന്നതാണ്. ഇതൊക്കെ ഇവർക്കൊക്കെ വലിയ സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അവരിവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ ഇട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കണ്ടില്ലേ, അവർക്കൊക്കെ അവരുടെ ഓഫീസും സംഭവങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ ഇത് അവർ സൈഡായിട്ട് ചെയ്യുന്നത് മാത്രം. ഇത് അക്സസറീസ് വിൽക്കുന്ന ഒരു കടയാണ്. ഈ കാണുന്നതാണ് ബോൾ ടൈപ്പ്, നേരത്തെ കണ്ട സ്പോഞ്ചാണത്. ഇതിനകത്ത് വെള്ളം കുടിപ്പിച്ചിട്ട് ഇതിനകത്ത് ബോൾ ടൈപ്പ് ഫ്ലവറൊക്കെ ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലാണ്. അപ്പോൾ ഇതിന്റെ വ്യത്യസ്തമായ ഷേപ്പുള്ള കാണുന്നുണ്ടോ, നീളത്തിൽ വെച്ചിട്ട് അതിന് വെള്ളം കുടിപ്പിച്ചിട്ട് അതിലാണ് ഫ്ലവർ കുത്തി വെക്കുക. അങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇനി ഈ കൊട്ട ഇതുണ്ടോ ബൊക്ക ഉണ്ടാക്കാൻ, ബൊക്ക ഇതിനകത്ത് നമ്മൾ ആ സ്പോഞ്ച് ഇതിനകത്ത് വെക്കും. വെള്ളം കുടിപ്പിച്ച സ്പോഞ്ച് ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ വീടിനകത്തോ പുറത്തൊക്കെ നമ്മൾ തൂക്കിയിട്ട് ഹുക്കിങ് ടൈപ്പാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ ശരിക്കും മാർക്കറ്റിൻ്റെ സമയം കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ ഇത് രാത്രി 2 മണി മുതൽ തുടങ്ങുന്നതാണ്.
7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് മൊത്തം കഴിയും. നേരത്തെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് വെറൈറ്റീസ്, ഇനി കൂടുതൽ വെറൈറ്റീസ് നമുക്ക് കാണാമായിരുന്നു. ഇത് ഒരുപാട് ഏരിയയിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ട്രേഡ് ഇതിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ കൗണ്ടർ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. നിലവിൽ തന്നെ ഇപ്പം ഇന്നെ ഒരു 100-200ഓളം കൗണ്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനും ഉപരിയാണ് ആളുകൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാ ആളുകളും ഇവിടേക്ക് വരുന്നില്ല കൗണ്ടറുമായിട്ട്. ഫ്ലവർ അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്സിൽ ഒന്ന് തന്നെയാണ്. മെയിൻ ബിസിനസ്സിൽ ഒന്ന് തന്നെയാണ്. പച്ചക്കറി പോലെ അല്ലെങ്കിൽ മറ്റുള്ള സംഭവം പോലെ ഫ്ലവറും ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്സിൽ ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ ഉള്ളത് ഇവിടെയാണ്, ബാംഗ്ലൂരിലാണ്. അങ്ങനെ പ്രത്യേകത കൂടെ ഈ മാർക്കറ്റ്. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾക്ക് വന്നിട്ട് ഇവിടെ പുതിയതായിട്ടൊരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ, ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഇച്ചിരി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാര്യം ഇതൊക്കെ ഈ ഏരിയ, ഇതിപ്പോൾ ഈ ആളിനെ ഇവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്പേസ് കിട്ടാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും. ഇവിടെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സ് കുറയും, ബയേഴ്സ് കുറവാണ് വരിക. ഈ സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ ബയേഴ്സ്. അപ്പോൾ നമുക്ക് ഏരിയ ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രേഡിംഗ് ആയിട്ട് ഇവിടെ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് വന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും വളരെ നന്ദി. നിങ്ങൾ ഈ മാർക്കറ്റിനെ കുറിച്ച് നമ്മളെ എല്ലാവർക്കും, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയിച്ചതിൽ വളരെ നന്ദി. കാരണം നമുക്ക് തന്നെ ഒരു റിഫ്രഷ് മൈൻഡാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പെട്ടത്. അല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ റാസിൽ എന്നോട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു മാർക്കറ്റും ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഡെക്കറേഷൻ നമ്മുടെ നാട്ടിലിപ്പോൾ വളർന്നു വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു മേഖലയെ കുറിച്ച് നമുക്ക് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.